എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എനിക്ക് വളരെ നാളുകളായി ഈ ആഗ്രഹിച്ച ഒരു മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണമാകുന്നത്. നമുക്കറിയാം, പോയ LDFൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനും അവിടെ അന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ഹാരിസ് ചെറമേലും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ. ഡോക്ടർ ഹാരിസ് ചെറമേലിനെ കുറിച്ച് എനിക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ശ്രമിച്ചു. അതിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹം ഡോക്ടറായതിനു ശേഷം മകന് കൊടുത്ത ഒരു ഉപദേശം പാവപ്പെട്ടവരെ കൂടുതൽ സ്നേഹിക്കുക, പാവപ്പെട്ടവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ട സഹായം ചെയ്യണം, കഴിവതും അവരിൽ നിന്ന് ഒരു പാരിതോഷികവും സ്വീകരിക്കാൻ പാടില്ല. അതായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. എന്നാൽ പിതാവിൻ്റെ ആഗ്രഹം അതേപടി 100% മനസ്സിൽ വെച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹം മെഡിക്കൽ കാര്യം ഈ നാൾ വരെ ചെയ്തിരുന്നത്. നിർധനരായ രോഗികൾ വരുമ്പോൾ അവരെ നല്ല രീതിയിൽ സഹാനുഭൂതിയോടെ നോക്കുകയും പലപ്പോഴും ചിലർക്ക് മരുന്ന് വാങ്ങാൻ അത്യാവശ്യമുള്ള മരുന്ന് വരെ മെഡിക്കലില്ലാത്ത അവസരങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും കാശ് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റായിരുന്നു ഈ ഡോക്ടർ ഹാരിസിനുള്ളത്. വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഒരിക്കൽ പോലും അദ്ദേഹം ഹോസ്പിറ്റലിൽ ലീവ് എടുക്കില്ല. എപ്പോഴും തുടർച്ചയായി രോഗികളെ മാത്രം ശ്രദ്ധിക്കുകയും അവരുടെ രോഗവിവരങ്ങൾ അറിഞ്ഞ് അതിനു വേണ്ട പ്രതിവിധികൾ നൽകുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം അത്യാവശ്യം വേണ്ട ഒരു രോഗിക്ക് കൊടുക്കേണ്ട മരുന്നൊക്കെ ഒന്നും മെഡിക്കൽ ഇല്ലാത്ത കാരണം അദ്ദേഹം മേലധികാരികളെ വിവരം അറിയിച്ചെങ്കിൽ യാതൊരു ഫലവും ഉണ്ടായില്ല. അവസാനം അത് ആ ഒരു വിഷയം അന്നത്തെ പ്രധാന ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ അറിയിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല, ഒരു ഇതുമില്ലായിരുന്നു. അവസാനം അത് വലിയ ഒരു വടികൾ മോശമായ ഒരു ലെവലിലേക്ക് എത്തി. അവർ മന്ത്രി പല പ്രസ്താവന നടത്തി. മന്ത്രി അവിടെ കുഴപ്പമൊന്നുമില്ല, മെഡിക്കൽ എവരിത്തിങ് ഒക്കെ അതൊരു സിസ്റ്റത്തിൻ്റെ ഇങ്ങനെ പല ഉടായ്പം പറഞ്ഞ് അവർ ഉടായ്പിൻ്റെ ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. അത് പോട്ടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കണ്ട് അന്ന് ഇദ്ദേഹത്തെ വിമർശിച്ച മന്ത്രിക്കും അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരെയും കൂടുതൽ വിമർശിച്ചത് രോഗികളായിരുന്നു, പബ്ലിക്കായിരുന്നു. കാരണം ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നത് രോഗികൾക്ക് അറിയുന്ന വിവരം പോലും വകുപ്പ് മന്ത്രിക്ക് അറിയാത്തതായിരുന്നു അവിടെ സംഭവിച്ച പ്രധാന കാരണം. അത്ര ഒരു ശോചനീയമായ അവസ്ഥയിലും അവിടെ മാനസിക സമ്മർദ്ദം ഏറെ ഉണ്ടായിട്ടും അദ്ദേഹം രോഗികളെ നോക്കുമായിരുന്നു, ശുശ്രൂഷിക്കുമായിരുന്നു. പോട്ടെ, അദ്ദേഹം ഇപ്പോഴും ആ ഒരു മെൻറ്റാലിറ്റി തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ച ഏറ്റവും സന്തോഷകരമായ ഒരു മാറ്റം, ഇദ്ദേഹത്തിന് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ആരോഗ്യമന്ത്രി ശ്രീ K. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ അഡ്വൈസറി ബോർഡിൽ ഇദ്ദേഹത്തെ നിയമിച്ചു. അതേ മെഡിക്കൽ പരമായ ട്രീറ്റ്മെൻറ്റ് പര കാര്യങ്ങൾ വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ ഈ വകുപ്പ് മന്ത്രിമാർ നല്ല കഴിവുള്ളവരെ എടുക്കണം, അഡ്വൈസറി ബോർഡിൽ ഉണ്ടാക്കണം. കാരണം എല്ലാ വകുപ്പ് മന്ത്രിമാർക്കും അവർ പ്രതിനിധീകരിക്കുന്ന വകുപ്പിനെ കുറിച്ച് വലിയ അറിവുണ്ടാകണമെന്നില്ല. ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ പലതും വേണ്ട രീതിയിൽ ചെയ്യാതായി പോകുന്ന ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടാകും. അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാർ സാധിച്ചാൽ നല്ല കഴിവുള്ളവരെ നിങ്ങൾ എടുക്കുന്ന ആ വകുപ്പിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാൽ അനായാസം നിങ്ങളുടെ വകുപ്പ് നല്ല രീതിയിലും ഉപകാരപ്രദമായ രീതിയിലും പ്രായോഗികമാക്കാൻ സാധിക്കും. ഇതെല്ലാം ശ്രീ K. മുരളീധരന് 1000 നന്ദി. കാരണം കാര്യങ്ങളെ ഗൗരവമായി പഠിച്ച് അതിനെ
ബേസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നല്ലൊരു കഴിവും തൻ്റെ ഇടമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഫാദർ നമുക്കെല്ലാം അറിയാവുന്ന വളരെ ശക്തിമാനായ നമ്മുടെ പഴയ പല ടൈമിലും മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകനാണ് ശ്രീ കെ മുരളീധരൻ. അതൊരു വസ്തുതയാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ആ പാരമ്പര്യവും ആ ഒരു സ്പിരിറ്റും അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ കാണിച്ചു തുടങ്ങി എന്നതിൻ്റെ അർത്ഥമാണ് ഡോക്ടർ ഹാരിസ് ചിറമേലിനെ അദ്ദേഹത്തിൻ്റെ ആ അഡ്വൈസറി ബോർഡിലേക്ക് നിയമിച്ചിരിക്കുന്നത്. വലിയൊരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. ഇതുപോലെ ഞാൻ മറ്റുള്ള വകുപ്പ് മന്ത്രിമാരോടും റിക്വസ്റ്റ്, നിങ്ങൾക്കും ഇങ്ങനെയുള്ളൊരു ടീമിൽ പ്രഗത്ഭരായ ആൾക്കാരെ തിരഞ്ഞെടുക്കുക. അല്ലാതെ ഈ സ്റ്റാഫിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ കുത്തി കയറ്റരുത്. അത് ശരിയാവില്ല. നിങ്ങളുടെ വകുപ്പിന് അത് എപ്പോഴും ഹാനികരമായിരിക്കും. അത് കാരണം ഒരു മന്ത്രിയാകുമ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച ഒരാളായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും. കാരണം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടണം, പല മേഖലയിൽ ഇടപെടണം, പലരെയും കാണണം. ഇങ്ങനെയാകുമ്പോൾ ടൈമിങ്ങിൻ്റെ അഭാവം ഒരുപാടുണ്ടെങ്കിലും വകുപ്പ് മന്ത്രിയെ പ്രതീക്ഷിച്ച് ഒരു ഓപ്പറേഷനും ഒരു തരത്തിലും തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. അപ്പോൾ അതിന് യോഗ്യമായ ആൾക്കാരെ ഡെപ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനോട് കൊണ്ടും അതിനൊരു ഓവറോൾ ലുക്കിങ്, അതിൻ്റെ ഫൈനൽ അഡ്വൈസ് മന്ത്രിയിൽ കൂടെ അങ്ങ് ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമായി നടക്കും. കാരണം നമുക്കറിയാം, ഈ കേന്ദ്രത്തിൽ നിന്ന് ഒത്തിരി ഫണ്ട് കിട്ടാറുണ്ട്. പക്ഷേ ഫണ്ട് അനുവദിക്കണമെങ്കിൽ അതിനുള്ള പ്രപ്പോസൽ കൊടുക്കണം. ഇനി എന്തെങ്കിലും ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കേന്ദ്രത്തിൽ അതാത് സമയം കൊടുത്തെങ്കിൽ മാത്രമേ കേന്ദ്രത്തിലുള്ള സഹായങ്ങൾ നമുക്കിങ്ങനെ ലഭിക്കുകയുള്ളൂ. എന്നാൽ പോയ ഗവൺമെൻറ് അങ്ങനെയല്ല ചെയ്ത്, കിട്ടുന്ന ഫണ്ട് അത് വേറെ ഏതെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കില്ല, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകില്ല, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കില്ല, അതിൻ്റെ അക്കൗണ്ട് ബാലൻസ് അറിയാൻ പറ്റിയില്ല. അങ്ങനെ കുളമാക്കി ആരോഗ്യ മേഖല എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കിയ ഒരു സ്ഥിതിവിശേഷം ആണ് പോയ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഫലമാണ് അത് ജനങ്ങൾ അനുഭവിച്ചു. ഇനി അവർക്ക് സഹിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് തന്നെ ഈവൻ LDF വരെ UDF വോട്ട് ചെയ്താണ് ഇത്തരം ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ശ്രീ കെ മുരളീധരൻ ചെയ്ത ആ ഒരു ഓപ്പറേഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻ എല്ലാ വകുപ്പ് മന്ത്രിമാരിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു വകുപ്പ് മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യാൻ പറ്റും. അതിന് പ്രയോറിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വീണ ജോർജ് അവർ പറഞ്ഞത് സിസ്റ്റം തകരാറുണ്ട്, കമ്പ്യൂട്ടർ തകരാറുണ്ട്, അവിടെ മരുന്ന് വരാത്തത്, അവിടെ മരുന്നിലുള്ള ഉടായിപ്പ് മൊത്തം പറഞ്ഞ് നടക്കണം. എന്തായാലും ഇപ്പോൾ UDF നല്ല ചങ്കൂറ്റവും ചങ്കുറുപ്പും ഉള്ളവരാണ്. അങ്ങനെയുള്ളൊരു മന്ത്രിമാരെ കിട്ടിയത് തന്നെ കേരളത്തിനും കേരള ജനതയ്ക്കും വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നാം ഒരിക്കൽ കൂടി പറഞ്ഞു, നമ്മുടെ നിയുക്ത ഓടികൾ നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരനും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ശ്രീ ഡോക്ടർ ഹാരിസ് ചിറമേലിനും നല്ല ഉത്തേജനവും നല്ല ആശയങ്ങളും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടവും അവർക്ക് കിട്ടട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ നിയുക്ത ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരനും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന ശ്രീ ഡോക്ടർ ഹാരിസ് ചിറമേലിനും ലൈഫ് വിഷൻ്റെയും നമ്മുടെ എല്ലാം അഭിവാദനങ്ങൾ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.